എവറസ്റ്റിൻ്റെ നെറുകയിൽ മുത്തമിട്ട് മലയാളി പെൺകുടി. ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് സ്പോർട്സും അത്ലറ്റിക്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ മൗണ്ടനിയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡ്യൂറൻസ് സ്പോർട്ടാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പ്രാവശ്യം ഞാൻ 15 ഇയേഴ്സ് ഓൾഡ് ആയിരുന്നപ്പോൾ ഞങ്ങൾ മണാലിയിൽ പോയി. അവിടുന്ന് തുടങ്ങിയതാണ് എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ്. കാരണം എനിക്ക് മണാലിയിൽ പോയപ്പോൾ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിൽ തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കാശ്മീരിൽ പോയി. അപ്പോൾ എനിക്ക് അവിടെ നിന്നൊക്കെ തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ട്രെക്കിംഗ് തുടങ്ങി. പിന്നെ ഞാൻ ട്രെക്ക് ചെയ്തപ്പോൾ ഞാൻ ബൂട്ട്സ് ആൻഡ് ക്രാമ്പോൺസിൻ്റെ ഓണറുണ്ട്, ഭരത് അമ്മിനി എന്ന് പറഞ്ഞിട്ട്. പുള്ളി ആന്ധ്രയിൽ നിന്നാണ്. അപ്പോൾ പുള്ളി ഒരു മൗണ്ടനിയറാണ്. ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന മൗണ്ടനിയേഴ്സിൽ ഒരാളാണ്. അങ്ങനെ അധികം ഇല്ല സൗത്ത് ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നീ ടെക്നിക്കൽ മൗണ്ടനിയറിംഗ് തുടങ്ങണം എന്ന്, കാരണം അതിന് നിനക്കുള്ള സ്കിൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മൗണ്ടനിയറിംഗ് തുടങ്ങിയത്. പിന്നെ അത് ഒരു 7-8 വർഷമായി മൗണ്ടനിയറിംഗ് തുടങ്ങിയിട്ട്. അപ്പോൾ പുള്ളിയാണ് എല്ലാ ക്ലൈമ്പും എൻ്റെ ഡിസൈഡ് ചെയ്യുക. എന്നെ മെൻറ്റർ ചെയ്ത് തീർത്തതൊക്കെ പുള്ളിയാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് 2022 തൊട്ടിട്ട് പറയുക എവറസ്റ്റ് കയറണം. പക്ഷേ സ്പോൺസേഴ്സിനൊന്നും ഇല്ലാത്തതുകൊണ്ട് 2025 വരെ ഡിലേ ആയി. സോ അങ്ങനെയാണ് എവറസ്റ്റ് കയറണം എന്നുള്ള ഒരു ഇത്. പുള്ളിയാണ് എനിക്ക് ആ കോൺഫിഡൻസ് എല്ലാം തന്നത്, നിനക്ക് ചെയ്യാൻ പറ്റും, നീ അതിനുള്ള സ്കില്ലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ മരം കോച്ചുന്ന തണുപ്പിനെയും മഞ്ഞുകാറ്റിനെയും അതിജീവിച്ച് അതിസാഹസിക യാത്രയിൽ വിജയം കൈവരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഷൊർണൂർ കണയം തുരുത്തിയിൽ ചാങ്കത്ത് വീട്ടിൽ ശ്രീഷ രവീന്ദ്രൻ. ഏപ്രിൽ 7-നാണ് ഞാൻ നേപ്പാളിലെത്തിയത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ടീമിനെ മീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ 25 ആയപ്പോൾ ഞങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ ട്രെക്ക് ചെയ്ത് പോയി. അത് കഴിഞ്ഞ് തിരിച്ച് ലോബുച്ചെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പിലേക്ക് വന്നു. അവിടെ എന്തിനാ വെച്ചാൽ ലോബുച്ചെ പീക്ക് ക്ലൈംബ് ചെയ്യാൻ, അതൊരു ട്രെയിനിങ് ക്ലൈംബ് മാതിരി. അപ്പോൾ അത് ഏപ്രിൽ 25 ലോബുച്ചെ സബ്മിറ്റ് ചെയ്തു, ക്ലൈംബ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം റെസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതായത് ക്യാമ്പ് 3 വരയ്ക്കും പോയി വരും എവറസ്റ്റിൻ്റെ. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഹൈറ്റിനോടും പിന്നെ ആ ട്രെയിനിങ്, ആ റൂട്ടിനോടൊക്കെ അഡ്ജസ്റ്റ് ആവാൻ. അപ്പോൾ അതിൽ കുറേ ട്രെയിനിങ് ഒക്കെ കിട്ടും. അപ്പോൾ എവറസ്റ്റ് കയറുമ്പോൾ ഇനി ഈസിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്യാമ്പ് 3 വരയ്ക്കും പോയി. ആ ക്യാമ്പ് 3 പോകുന്ന സമയത്ത് ഞാനൊന്ന് വീണു. അങ്ങനെ എനിക്ക് കണ്ണിൻ്റെ ഇവിടെ ഇഞ്ചുറി ആയി, എൻ്റെ പല്ല് പകുതി പൊട്ടിപ്പോയി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു, കാരണം ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. എവറസ്റ്റ് ചെയ്യുന്നു, പിന്നെ കേട്ടിട്ടേ ഉള്ളൂ കുംഭു ഗ്ലേഷ്യർ എന്നൊക്കെ. കാരണം ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു റൂട്ടാണ് കുംഭു ഗ്ലേഷ്യർ. അപ്പോൾ അതാണ് ക്യാമ്പ് 1ലേക്ക് പോകുമ്പോൾ ആ ഗ്ലേഷ്യർ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഫൈനലി ഞാനിവിടെ എത്തി. ഒരുപാട് വർഷം മൗണ്ടനിയറിംഗ് ചെയ്ത് ഫൈനലി ഞാനിത് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ഭയങ്കര ഹാപ്പിനെസ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ക്യാമ്പ് 2-ൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ക്യാമ്പ് 3 വരയ്ക്കും പോയി. പിന്നെ ഞങ്ങൾ റിട്ടേൺ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പിന്നെയും വന്നു, കുംഭു ഗ്ലേഷ്യർ ക്രോസ് ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച റെസ്റ്റ് ആയിരുന്നു, കാരണം അത് മാൻഡേറ്ററി ആണ്, അത് ചെയ്തിരിക്കണം എന്നാണ് പറയുക. കാരണം ബോഡി നല്ല ടയേർഡാവും അതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ക്ലൈംബ് ചെയ്തു. എവറസ്റ്റ് ക്യാമ്പ് 3 വരയ്ക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻഫാക്ട് ഞാൻ നല്ല ഫാസ്റ്റ് ആയിരുന്നു ക്യാമ്പ് 3 വരയ്ക്കും. ഞാൻ ക്യാമ്പ് 1 സ്കിപ്പ് ചെയ്ത് ബേസ് ക്യാമ്പിൽ നിന്ന് ക്യാമ്പ് 2 വരയ്ക്കും ഡയറക്റ്റ്ലി പോയി. ക്യാമ്പ് 1-ൽ നിന്നില്ല. അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഫാസ്റ്റാണ്, വേഗം പോകാമെന്ന് പറഞ്ഞു. പിന്നെ ക്യാമ്പ് 3-ലെത്താൻ 5-5.5 മണിക്കൂർ കൊണ്ട് ക്യാമ്പ് 3-ലെത്തി നെക്സ്റ്റ് ഡേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്യാമ്പ് 4-ലേക്ക് പോയി. അപ്പോൾ ക്യാമ്പ് 4-ൽ പോകുന്ന സമയത്ത്
ഞാൻ ഡെഡ് ബോഡീസ് കാണാൻ തുടങ്ങി. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഹൈറ്റിൻ്റെ ഒരു 7,600 മേലെ റെസ്ക്യൂ ഓപ്ഷൻ കുറവാണ്. കാരണം ബോഡി ഭയങ്കര ഹെവി ആവും മരിക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെ അത് അവിടെ ഹെലികോപ്റ്റർ പോവില്ല. അപ്പോൾ ഈ നമ്മളുടെ കൂടെയുള്ള ഷെയർപാസ്, അതായത് ഗൈഡ്സ് തന്നെ ആ ബോഡി വലിച്ചുകൊണ്ട് വരണം. അത് ചെയ്യാൻ കുറേ ദിവസം എടുക്കും. സോ ക്യാമ്പ് 4 എത്തുന്നതിൻ്റെ മുമ്പേ ഞാൻ 2 ഡെഡ് ബോഡി കണ്ടു. അതിലൊരു ഇന്ത്യൻ ആയിരുന്നു. അപ്പോൾ അത് ആരാന്ന് പേര് എനിക്ക് നോക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഇന്ത്യൻസിനെ മിക്കവരെയും നമുക്ക് അറിയായിരുന്നു അവിടെ ഉള്ളത്. പക്ഷേ എൻ്റെ ഷെയർപ്പ സമ്മതിച്ചില്ല. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ വന്നു. കാരണം ഞാൻ മനസ്സിലാക്കി അത് 2 ദിവസം മുമ്പ് മരിച്ച ഒരാളാണ്. അപ്പോൾ ആ ബോഡി നമ്മൾ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ, ബോഡിയുടെ ഇങ്ങനെ കാലെടുത്ത് വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഭയങ്കര വിഷമം തോന്നി ആ സമയത്ത്. നമ്മളുടെ മാതിരി തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ എൻ്റെ ഷെയർപ്പ പറഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ വ്യൂ മറിച്ചിട്ട് എൻ്റെ അടുത്ത് കയറി പോകാൻ പറയും. അങ്ങനെ കുറച്ചുകൂടി കയറി ഒരു ഇൻഫേമസ് യെല്ലോ ബാൻഡ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഭയങ്കര ടെക്നിക്കലാണ്. അതൊക്കെ ക്രോസ് ചെയ്ത് ക്യാമ്പ് 4 അടുത്തെത്തി. ഞങ്ങൾ ടെൻറ്റ് പിച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ അടുത്തെത്താറായപ്പോൾ വേറൊരു ഡെഡ് ബോഡി കണ്ടു. അതും ആ ഇടയ്ക്ക് മരിച്ച ഒരാളാണ്. സോ ഈ ബോഡീസൊക്കെ അങ്ങനെ വിട്ടിരിക്കുക, നമ്മളിതൊക്കെ ക്രോസ് ചെയ്ത് വേണം പോകാൻ. അപ്പോൾ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ എന്താവുകയെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ഇവിടെ വർക്കാവുന്ന മാതിരി വർക്കാവില്ല. നമ്മൾ കുറച്ച് എന്താ പറയുക എക്സ്ട്രീം ആവും. ഒന്നുകിൽ നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആവും. എന്ന് വെച്ചാൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവില്ല നമ്മുടെ തിങ്കിങ്ങിനൊന്നും. അപ്പോൾ ആകെ ഒരുമാതിരി എന്താ പറയുക ഇമോഷൻലെസ് ആയി ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ ഇല്ല ഒന്നിനോടും. ജസ്റ്റ് കയറണം അങ്ങനത്തെ. ഞാനൊരു മനുഷ്യനാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ക്യാമ്പ് 4 ഞങ്ങൾ എത്തിയത് 9 മണിക്കൂർ കൊണ്ട് ക്യാമ്പ് 4 ക്യാമ്പ് 3 കാരണം നല്ല ദൂരമാണ് ക്യാമ്പ് 4. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാമ്പ് 4 ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് എടുത്തു. അപ്പം അന്നത്തെ ദിവസം കുറേ പേര് പോകാൻ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് തെറ്റായ വെതർ റിപ്പോർട്ടാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ജെറ്റ് സ്ട്രീം വിൻഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പോൾ ആ ജെറ്റ് സ്ട്രീം വിൻഡ് ഭയങ്കര നമുക്കത് വെതർ റിപ്പോർട്ടിൽ വരില്ല. അതിന് സ്പെഷ്യലായിട്ടൊരു റിപ്പോർട്ട് എടുക്കണം. പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് ഈ സ്നോ പാർട്ടിക്കിൾസ് ഉണ്ടാവും ചെറുത്. അപ്പോൾ ഞങ്ങൾ ആദ്യം 7 മണിക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഈ കാറ്റ് ഇങ്ങനെ അടിക്കുന്നത് കാരണം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ വിചാരിച്ചു കാറ്റ് കുറയുന്നു. അങ്ങനെ ഒരു 9-9:30 വരെ വെയിറ്റ് ചെയ്തിട്ടും കാറ്റ് കുറയുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്ട്രക്ടർ കൂടെ ഉണ്ടായിരുന്നു. അയാൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഞാനും അയാളും എൻ്റെ ഷെയർപ്പയായിരുന്നു ഒരു ടെൻറ്റിൻ്റെ അകത്ത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോവാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു 9:30 ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. നല്ല കാറ്റാണ്. അപ്പോൾ എൻ്റെ ഒരു ബോഡി വെയിറ്റിന് ആ കാറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്സിജൻ സിലിണ്ടർ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇതിനേക്കാളും തടി കുറവായിരുന്നു ഞാൻ ആ സമയത്ത്. 53 kg എന്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓക്സിജൻ സിലിണ്ടർ ഉള്ളത് കാരണം കുറച്ച് ബാലൻസ് കിട്ടി. അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് പിന്നിലേക്ക് വെച്ചാൽ മുമ്പിലേക്ക് വെച്ചാൽ 3 സ്റ്റെപ്പ് പിന്നിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. അങ്ങനെ കാറ്റ് നമ്മളെ പുഷ് ചെയ്യും. അപ്പോൾ പക്ഷെ എങ്ങനെയൊക്കെയോ ബോഡിയിൽ എനിക്ക് അങ്ങനെ ക്ഷീണമൊന്നും തോന്നിയായിരുന്നില്ല. അത് എൻ്റെ ട്രെയിനറും എൻ്റെയൊക്കെ നന്നായി ട്രെയിൻ ചെയ്തായിരുന്നു. സോ ഐ തിങ്ക് ഇറ്റ് വർക്ക്ഡ്. കാരണം ഒരുപാട് എന്നെ ട്രെയിൻ ചെയ്തിട്ടാണ് എന്നെ വിട്ട്. സോ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രി 3 മണിയൊക്കെ ആയപ്പോൾ കാറ്റ് ഇനി അധികമായി. അപ്പോൾ ഞാൻ എൻ്റെ ഷെയർപ്പേനോട് ചോദിച്ചു, ഇത് നല്ല ഐഡിയ ആണോ പോകുന്നത്? കാരണം കാറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതുപോലെ ഈ വിൻഡ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖത്ത് ഫുൾ സ്നോ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിട്ടിരിക്കുന്ന നമ്മുടെ ഷെയ്ഡ്സ് ഗ്ലാസ്സസ് ഒക്കെ ഫ്രീസ് ആവുകയാണ് അകത്ത്. കാരണം നമ്മൾ ഈ ഓക്സിജൻ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മേലേക്ക് പോയിട്ട് ഫുൾ ഫ്രീസ് ആവും ഗ്ലാസസിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, നമ്മൾ മുമ്പിലേക്ക് പോകണോ? കാരണം ഇതത്ര സേഫ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പുള്ളി നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. 5 to 6 times എവറസ്റ്റ് കയറിയിട്ടുണ്ട്. അതുപോലെ വേറെ കുറേ പീക്സ് ഒക്കെ അങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു പേടിക്കണ്ട, നമുക്ക് മുന്നോട്ട് പോകാമെന്ന്. പിന്നെ ഞാനും വിചാരിച്ചു ഇത്രയും വന്നതല്ലേ. അത് കഴിഞ്ഞിട്ട് ബാൽക്കണി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ബാൽക്കണിയിൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയ ആ ദിവസം 20, 25, 30 ആൾക്കാരുടെ അടുത്ത് കയറേണ്ടതായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാവരും തിരിച്ചു പോയിരിക്കുന്നു. ഞങ്ങൾ മാത്രമുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി പേടിയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചു പോയി, നമ്മൾ മാത്രം മുമ്പിൽ പോകുന്നത് ഒരു മണ്ടത്തരാവുക. കാരണം അവിടെ ചെന്നിട്ട് ഞാൻ ഇതിനു മുമ്പൊക്കെ പീക്സ് കയറിയതിൽ എപ്പോഴും എന്നോട് എൻ്റെ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ടേഴ്സ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ആ പീക്ക് അവിടെ തന്നെ ഉണ്ടാവും, പക്ഷേ ലൈഫ് ഉണ്ടാവില്ല. സോ ലൈഫാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അതിന് വേണ്ടിയിട്ട് ഒരു പീക്ക് കയറാൻ വേണ്ടി ലൈഫ് സാക്രിഫൈസ് ചെയ്തതെന്ന് എപ്പോഴും എന്നോട് പറയുന്നൊരു കാര്യം. സോ ഞാനത് ആലോചിച്ചു. പക്ഷേ സ്റ്റിൽ എൻ്റെ ഷെയർപ്പയുടെ കോൺഫിഡൻസ് കണ്ടപ്പോൾ ഐ തോട്ട് ഷെയർപ്പയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ, ഐ തോട്ട് ഐ വിൽ ഗോ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹിലാരി സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് ഹിലാരി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സമ്മിറ്റിന് കുറച്ച് മുമ്പ് അവിടെ എത്തിയപ്പോഴേക്കും വിൻഡ് ഭയങ്കര മോശമായി. ആ സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ഷെയ്ഡ്സ് ഊരിയായിരുന്നു. കാരണം ഫ്രീസ് ആയില്ല. അപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ കണ്ണിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കണ്ണ് ബ്ലൈൻഡ് ആവാൻ തുടങ്ങി. റൈറ്റ് ഐ എനിക്ക് ബ്ലൈൻഡായി. റൈറ്റ് ഐ ഫുൾ ഒന്നും കാണുന്നില്ല. പിന്നെ ലെഫ്റ്റ് ഐ കുറച്ചിങ്ങനെ ബ്ലൈൻഡ് ആവാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ബേസിക്കലി വിഷൻ ഒരു 40% ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് പക്ഷേ അപ്പം പിന്നെ ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ സമ്മിറ്റ് ജസ്റ്റ് 50 meters അവേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയല്ലേ ഉള്ളൂ, ഇത്രയും കഷ്ടപ്പെട്ട് വന്നില്ല, കയറിയേക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ പക്ഷെ എനിക്ക് തുടങ്ങി ലൈക്ക് കണ്ണ് കാണുന്നില്ല, പിന്നെ ഭയങ്കര തണുപ്പായി. തണുപ്പെന്ന് പറഞ്ഞാൽ ഈ വിൻഡ് അടിക്കുമ്പോൾ ഇനിയും തണുപ്പ് കൂടും, ഉള്ളതിൻ്റെ ഇരട്ടിയാവും തണുപ്പ്. അപ്പോൾ പിന്നെ പറക്കുകയാണ്, ലിറ്ററലി നടക്കാൻ പറ്റില്ല. കാരണം ഹിലാരി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെക്നിക്കലാണ്, നല്ല കല്ലും ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനം. അപ്പോൾ നല്ല ടെക്നിക്കൽ, ആ ടെക്നിക്കൽ ക്ലൈംബ് ഈ കാറ്റത്ത് ഇതാക്കണം. പിന്നെ എനിക്കാണെങ്കിൽ ബോഡി വെയ്റ്റും കുറവായിരുന്നു ആ സമയത്ത്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടി, ഒരുപാട് പ്രാവശ്യം വീണു, കയറാൻ. പിന്നെ ഒരു ഭയങ്കര സ്നോഫോൾ ആയത് കാരണം നിറയെ ഫ്രഷ് സ്നോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രഷ് സ്നോയിൽ കയറാൻ കുറച്ച് പാടാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ കയറി. പിന്നെ ഞങ്ങളൊരു 10 മീറ്റർ ദൂരമായപ്പോൾ കാറ്റ് ഭയങ്കര അധികമായിട്ട് എൻ്റെ ഷേർപ്പയ്ക്ക് കൂടി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ എൻ്റെ ഷേപ്പ് പറഞ്ഞു, നിനക്ക് മുമ്പോട്ട് പോകണം. ഞാൻ പറഞ്ഞു എനിക്ക് പോകണം, കാരണം 10 മീറ്റർ ഞാൻ ഇത് ഇനി ഞാൻ പോയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങൾ കയറി സബ്മിറ്റ് ചെയ്തു. പക്ഷെ പിക്ചർ എടുക്കാനുള്ള ഒരു മൂഡിലൊന്നും ആയിരുന്നില്ല, കാരണം ആ സമയത്തിൻ്റെ ഉള്ളിൽ തണുത്ത ആകെ മരവിച്ച് കാലൊക്കെ നിന്ന് കൂട്ടിയിടിക്കുക, കയ്യും കാലൊക്കെ കൂട്ടിയിടിച്ച് ഒന്നും ചെയ്യാനുള്ളൊരു അവസ്ഥയിലല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡ് ഇല്ലെങ്കിൽ അതൊരു സ്മൂത്ത് ക്ലൈംബ് ആയാണ്. പക്ഷെ ആ വിൻഡ് കാരണം നമ്മൾക്കുള്ള എനർജി മുഴുവൻ പോകും. പിന്നെ അതുമാതിരി കണ്ണ് ബ്ലൈൻഡാണ്. സോ ഒന്നിനും ഒരു എനർജി ഇല്ല. അപ്പോൾ എൻ്റെ ഷെയർപ്പയ്ക്ക് പിന്നെയും അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള കാരണം അവർക്ക് പിന്നെയും ഇതൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ എൻ്റെ ഷെയർപ്പൻ എൻ്റെ ഫോണൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. അധികം നേരം അവിടെ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, 5 മിനിറ്റിൻ്റെ കൂടെ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ആ തിരിച്ചു വരുന്ന സമയത്ത് എഗെയിൻ 2 ഡെഡ് ബോഡി കണ്ടു, അപ്പുറത്തൊരു ഡെഡ് ബോഡി ഉണ്ട്. പക്ഷെ ആ സമയത്ത് ആദ്യം തോന്നിയ ഒരു വിഷമം എനിക്ക് ഇപ്രാവശ്യം തോന്നിയില്ല, കാരണം മനസ്സാകെ മരവിച്ചൊരവസ്ഥയിലാണ്. പക്ഷേ സന്തോഷം ഉണ്ടായിരുന്നു കയറിയെന്ന്. പക്ഷെ അത് മനസ്സിങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫൈനലി എവറസ്റ്റ് സബ്മിറ്റ് ചെയ്തു എന്നുള്ള ഒരു ഇത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലായിരുന്നില്ല. അപ്പോൾ അവിടെ താഴെ ഇറങ്ങുമ്പോൾ വിൻഡ് ഭയങ്കര അധികമായിട്ട് റോപ്പ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാനും അപ്പോൾ എനിക്ക് ഈ മിറ്റൻസ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ, മിറ്റൻസ് പറഞ്ഞാൽ ഇതുപോലത്തെ ഗ്ലൗസ് അല്ല, ഇവിടെ ഇങ്ങനെ മൂടിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് റോപ്പിന് കൺട്രോൾ കിട്ടുന്നില്ല. ആ കൺട്രോൾ കിട്ടാതെ ഞാൻ വേറൊരു ഗ്ലൗസ് ഇടാൻ വിചാരിച്ചു. ഞാൻ ഈ ലൈനറും ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു 10 സെക്കൻഡ് ഗ്ലൗസ് മാറ്റുന്നതിൽ എനിക്ക് ഫ്രോസ് ബൈറ്റ് വന്നു. ഫ്രോസ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിഷ്യൂ ഒക്കെ ഡെഡ് ആവും, സോഫ്റ്റ് ടിഷ്യൂസ്. അത്രയ്ക്കും തണുപ്പാണ്, -50 അടുത്ത് ഉണ്ടാവും. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ അത് ഇറങ്ങി. പക്ഷെ ആ സമയത്ത് എനിക്ക് അത്ര കുറച്ച് പെയിൻ തോന്നിയിട്ട് പിന്നെ അത് ശരിയായി. പിന്നെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അന്നത്തെ ദിവസം വെറും 3 പേരെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ഞാനൊരു പാകിസ്ഥാനി, പിന്നെ വേറൊരാളും, ബാക്കി എല്ലാവരും തിരിച്ചുപോയി. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് പേടിയും തോന്നി, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു. പക്ഷെ അതേസമയം എനിക്ക് നല്ല സന്തോഷം തോന്നി, കാരണം അതുവരയ്ക്കും എനിക്ക് ഇത്രയും മെൻറ്റൽ സ്ട്രെങ്ത് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഫിസിക്കലി ഐ എം സ്ട്രോങ് എന്ന് എനിക്കറിയാം, പക്ഷെ മെൻ്റലി ഇത്രയും സ്ട്രെങ്ത് ഉണ്ടെന്ന് മനസ്സിലായത് അന്ന് എവറസ്റ്റ് കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ അതാണ് എൻ്റെ വീട്ടുകാരോടും പറഞ്ഞത്, എനിക്കിപ്പോഴാണ് ഞാൻ എത്ര മെൻ്റലി സ്ട്രോങ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം അതുവരെ ഞാൻ എന്നെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, ഞാൻ അത്ര മെൻ്റലി സ്ട്രോങ് അല്ല എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ക്യാമ്പ് 3 ഞങ്ങൾക്ക് ഫുഡൊന്നുമില്ല. കാരണം നമ്മൾ എവറസ്റ്റ് കയറുമ്പോൾ ആരും പറയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എവറസ്റ്റ് കയറിയതിനെ പറ്റിയിട്ടാണ് പറയാം, പക്ഷെ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് ക്യാമ്പ് 2 കഴിഞ്ഞാൽ ഫുഡില്ല, നമ്മൾ എന്ത് കൊണ്ടുപോകുന്നു അതാണ്. അപ്പോൾ ക്യാമ്പ് 3 തൊട്ടിട്ട് ക്യാമ്പ് 2 എത്തുന്നവരെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. 4 ദിവസം വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണമില്ല. ആകെ ഒരു എനർജി ജെല്ല് കഴിച്ചു, അത്രയേ ഉള്ളൂ. ഒരു പാക്കറ്റ് എനർജി ജെല്ല് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ബവൽ മൂവ്മെൻറ്റ്, അതായത് ഡൈജഷൻ സ്റ്റോപ്പായി. എന്തെങ്കിലും ഒന്ന് മരിക്കും നമ്മുടെ ശരീരത്തിൽ 8000 മീറ്ററിൻ്റെ മേലെ. അപ്പോൾ എനിക്കെന്താ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ ബവൽ മൂവ്മെൻറ്റ് സ്റ്റോപ്പായി. എനിക്ക് ഡൈജഷൻ ഉണ്ടായിരുന്നില്ല, എത്ര ടോയ്ലറ്റിൽ പോകാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അപ്പോൾ ഞാനത് വിട്ടു, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു, വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ കയറുന്ന സമയത്ത് എനിക്ക് പീരിയഡ്സ് ആയി. സോ വല്ലാത്തൊരു ക്ലൈംബായിരുന്നു, ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു ക്ലൈംബ് ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ മെൻറ്റർ പറഞ്ഞു, എവറസ്റ്റ് മാതിരി ഒരു വലിയ പീക്ക് കയറുമ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്, കാരണം ഇതൊരു സാധാരണ ക്ലൈംബല്ല, ലോകത്തിലെ ഏറ്റവും വലിയ പോയിന്റ് ടച്ച് ചെയ്തിട്ടാണ് നീ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുവരെ ഞാൻ കയറി ഒരു പീക്കിൽ ഞാൻ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യില്ല. അപ്പോൾ എൻ്റെ മെൻറ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, ബിക്കോസ് ദാറ്റ്സ് നോട്ട് എവറസ്റ്റ്, ഇത് എവറസ്റ്റ് ആണ്. സോ എന്താ പറയുക, എനിക്ക് ഈ ക്ലൈംബിന് ശേഷം കുറേ കാര്യങ്ങൾ മനസ്സിലായി. അതായത് ജീവൻ എത്ര ഇമ്പോർട്ടൻ്റാണ്. കാരണം അപ്പോഴൊക്കെ ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് സാമ്പാറിൻ്റെ ഒക്കെ മണം വരുമായിരുന്നു അതിൻ്റെ മേലെ. അപ്പോഴാണ് ലൈഫിൽ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് വീട്ടിൽ നല്ല സിമ്പിളായിട്ടുള്ള ഭക്ഷണം, ഒരു ഇഡ്ഡലി സാമ്പാർ, ഒരു ദോശ സാമ്പാർ, അതിൻ്റെ വില. പിന്നെ നമ്മളുടെ കുടുംബത്തിൻ്റെ ഒപ്പം ഒരു സിനിമ ഇരുന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ മകൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ആ ഒരു സന്തോഷം. കാരണം അവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡി താഴെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഞാനവിടെ ഒരു മരിച്ച ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്ന ആൾക്കാർ, അവരുടെ ഡെഡ് ബോഡിയും കൂടി താഴെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ക്ലൈംബിന് ശേഷം, ക്ലൈംബ് ഓഫ് കോഴ്സ് എവറസ്റ്റ് സബ്മിറ്റ് ചെയ്തു എന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട്, പക്ഷേ അതിനേക്കാളും കൂടുതൽ എനിക്കുള്ള ലൈഫ് എത്ര നല്ലതാണെന്നുള്ള ഒരു റിയലൈസേഷൻ. ലൈക്ക് അറിയാം, പക്ഷെ എന്നാലും നമ്മൾ കൂടുതൽ മനസ്സിലാക്കില്ലേ നമ്മുടെ ജീവിതം എത്ര വലുതാണ്, നമുക്ക് ഇവിടെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എത്ര വലുതാണ്. അത് എനിക്ക് അങ്ങനത്തെ ഒരു ബോധോദയം ഉണ്ടായി എന്ന് പറയാം.
സമുദ്രനിരപ്പിൽ നിന്ന് 8848 മീറ്റർ ഉയരം കീഴടക്കി ഇന്ത്യൻ പതാക പാറിച്ചപ്പോൾ അത് മലയാളികളുടെ തന്നെ അഭിമാന നിമിഷമായി മാറി. ഇപ്പോൾ ഇതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 35 ലാഖിൻ്റെ അടുത്ത് വരും. അപ്പോൾ എനിക്ക് എൻ്റെ കമ്പനി സ്പോൺസർ ചെയ്തു, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി. ഞാൻ കേരള ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്തു, പക്ഷേ അവരുടെ നിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസും ഉണ്ടായില്ല. സോ ഞാൻ വിചാരിക്കുന്നത് ബച്ചേന്ദ്രി പാൽ, ദ ഫസ്റ്റ് വുമൺ ടു ക്ലൈംബ് എവറസ്റ്റ് ഫ്രം ഇന്ത്യ, അവർ എവറസ്റ്റ് ക്ലൈം ചെയ്തത് 1984. സോ അത് കഴിഞ്ഞ് ഇത്രയും വർഷം എടുത്തു കേരളത്തിൽ നിന്ന് ഒരാൾ കയറാൻ. സോ മൗണ്ടനിയറിങ് ഒരു സ്പോർട്ടായിട്ട് കേരള ഗവൺമെൻറ് കൺസിഡർ ചെയ്യണം, അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കണം. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് അത്ലീറ്റ്സ് ഉണ്ട്, ഒരുപാട് കേപ്പബിൾ ക്ലൈംബേഴ്സ് ഉണ്ടാവും എന്നുള്ളതിൽ എനിക്കൊരു ഡൗട്ടും ഇല്ല. ഇപ്പോൾ ഞാനിപ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പീക്സ് ക്ലൈംബ് ചെയ്ത ആളാണ് ഞാൻ, ബോത്ത് ലേഡി ആൻഡ് മെൻ ആൻഡ് വുമൻ കാറ്റഗറിയിൽ. പക്ഷേ ഒരു റെക്കഗ്നീഷനോ ഒരു സപ്പോർട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല കേരള ഗവൺമെൻറ്റിൽ നിന്ന്. പക്ഷേ വേറെ സ്റ്റേറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹരിയാന എടുക്കുകയാണെങ്കിൽ ത്രിപുര, അല്ലെങ്കിൽ ഒറീസ, ഡൽഹി, ഇവിടെ ഹിമാചൽ, എല്ലാവർക്കും നല്ല സപ്പോർട്ടുണ്ട്. ഈവൻ തെലുങ്കാനയിലൊക്കെ നല്ല സപ്പോർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് അവരുടെ പൊളിറ്റീഷ്യൻസ് തന്നെ വന്ന് മീറ്റ് ചെയ്ത് അവർക്ക് ഫൈനാൻഷ്യൽ റിവാർഡ്സ് കൊടുക്കും. അതൊരു മോട്ടിവേഷനാണ്. കാരണം എന്നാലേ നമ്മൾ വേറൊരു കൺട്രി ചെന്നിട്ട് ഇന്ത്യയുടെ ഫ്ലാഗ് റേസ് ചെയ്യല്ലേ. സോ അതിൻ്റേതായ ഒരു മോട്ടിവേഷൻ നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നും ആൾക്കാരുടെ നിന്നും ഉണ്ടായാലേ മൗണ്ടനേഴ്സിന് പിന്നെയും ചെയ്യാൻ തോന്നുള്ളൂ. കാരണം അല്ലെങ്കിൽ എക്സ്പെൻസ് ബെയർ ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ ഐ ഹോപ്പ് കേരള ഗവൺമെൻറ് ഇതൊരു നല്ലൊരു സ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഞങ്ങളെപ്പോലത്തെ മൗണ്ടനേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ സ്പോർട്ടിലും ധാരാളം ക്ലൈംബേഴ്സ് വരും എന്നുള്ളതിൽ എനിക്കൊരു ഡൗട്ടും ഇല്ല. ഇനി ട്രയത്ലോൺസ് ചെയ്യണമെന്നുണ്ട്. ഞാൻ മാരത്തോൺ റണ്ണറാണ്, ഞാൻ കുറേ ഓടും. അപ്പോൾ എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും 10 to 12 കിലോമീറ്റർ ഞാൻ ഓടും. അപ്പോൾ എനിക്ക് ട്രയത്ലോൺസ് ഇനി തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതായത് ട്രയത്ലോൺ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 5 കിലോമീറ്റർ സ്വിം ചെയ്യും, പിന്നെ എത്രയാണ് 42 കിലോമീറ്റർ ഐ തിങ്ക് സൈക്ലിംഗ്, ആൻഡ് ദെൻ 21 കിലോമീറ്റർ റണ്ണിങ് ഐ തിങ്ക്. സോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതിൽ ഇനി ഫോക്കസ് ചെയ്യണമെന്നുണ്ട്. നെക്സ്റ്റ് ഇയർ ആയിരിക്കും. ഇനി ക്ലൈംബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഇയർ ആയിരിക്കും, കാരണം ഈ വർഷത്തെ ബഡ്ജറ്റ് തീർന്നു. പക്ഷേ ട്രയത്ലോൺ എനിക്ക് ഇനി ഫോക്കസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഡിസംബറിൽ അൾട്രാമാൻ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ട്. കാരണം ഇതുവരെ പെണ്ണുങ്ങളാരും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതെനിക്കൊന്ന് ചെയ്യണമെന്നുണ്ട്. പിന്നെ ട്രയത്ലോൺ ജാനുവരിയിൽ ഒരെണ്ണം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ US പോയി കഴിയുമ്പോൾ എനിക്ക് അയൺമാൻ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അവിടെ ചെയ്യാനാണ് ഇനി എളുപ്പം, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റും കുറവായിരിക്കും. അപ്പോൾ US പോയി കഴിഞ്ഞാൽ അയൺമാൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ നെക്സ്റ്റ് പ്ലാൻ. നല്ലൊരു നർത്തകി കൂടിയാണ് ശ്രീഷ. ഞാൻ ഭരതനാട്യം ചെറുപ്പത്തിൽ തൊട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇങ്ങനെ കുറേ ബ്രേക്ക് ഉണ്ടായിരുന്നു, കാരണം എനിക്ക് നല്ല മടിയായിരുന്നു ആദ്യമൊക്കെ. അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടാണ് കൊണ്ടുപോയിരുന്നത്. പിന്നെ വലുതായപ്പോൾ കോളേജിലൊക്കെ ചേർന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് തുടങ്ങി ഡാൻസിൽ. ഞാൻ കോളേജിൻ്റെ ഡാൻസ് ടീമിലും അതിലൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ തൊട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വേണ്ടി വന്നു, കാരണം കുട്ടി ഉണ്ടായപ്പോൾ. പിന്നെ ഈ ട്രെക്കിന് പോകുമ്പോൾ, ഇങ്ങനെ ക്ലൈംബിങ്ങിനൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ ബ്രേക്ക് ഉണ്ടാവും. പക്ഷേ എന്നാലും വന്നിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയായിരുന്നു, ഒരിക്കലും വിട്ടിട്ടില്ല ഡാൻസ്. സോ ഇപ്പം ഞാൻ കലാക്ഷേത്ര സ്റ്റൈലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അശ്വതി എന്ന് പറഞ്ഞിട്ടുള്ള മാമാണ് എൻ്റെ ടീച്ചർ, അവർ തിരുവനന്തപുരത്താണ്. സോ ഡാൻസ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഫ്യൂച്ചറിൽ ഒരു വലിയ ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങി. അപ്പോൾ ഇപ്പോഴത്തെ ഭരതനാട്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2-3 സ്റ്റെപ്പ് പഠിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എനിക്ക് അതല്ലാതെ നല്ല സർട്ടിഫിക്കേഷനൊക്കെ എടുത്ത് ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞങ്ങൾ US പോവും ഈ വർഷത്തിൻ്റെ അവസാനം. അപ്പോൾ അവിടെ പോയിട്ട് എനിക്കൊരു പ്രോപ്പർ ട്രഡീഷണൽ ഡാൻസ് സ്കൂൾ തുടങ്ങണം എന്നുള്ളതാണ് ഇനി എൻ്റെ നെക്സ്റ്റ് ആഗ്രഹം. ൂപിണി ദുഷ്ട സംഹാരിണി സിംഹവാഹിനി രുദ്രരൂപിണി
झुन्नु तुम तत तद्धिमी नुम तत तद्धि तक तद्धन्न तज्झुन्नु तक तद्धिमी तम तद्धिमी സപ്പോർട്ട് അവളുടെ പ്രിപ്പറേഷനാണ്. അവള് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3 കൊല്ലമായിട്ട് അവൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടന്നു. അപ്പോൾ ഒരു 3 മണിക്കൂർ ജിമ്മിലൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പം നോർമലി ഒരു ആൾക്കാർക്ക് അത്രയും മണിക്കൂർ അത്രയും ഡിസിപ്ലിനോടെ എല്ലാ ദിവസവും ജിമ്മിലേക്ക് പോവുക, പിന്നെ വർക്കൗട്ട് ചെയ്യുക, അത് നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു എൻകറേജ്മെന്റ് എപ്പോഴും ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. പിന്നെ അവൾക്ക് അതിനുള്ള ഒരു ഫിസിക്കൽ സ്റ്റാമിനയും ഒരു മെന്റൽ എനർജി ഉണ്ട്. അപ്പോൾ അതിന് അവൾക്ക് പിന്നെ അത്രയും കാലം അവൾ ആ ഡ്രീം ഒന്ന് അവളുടെ മൈൻഡിൽ ക്യാരി ചെയ്ത് നടന്നതാണ് എനിക്ക് എവറസ്റ്റ് കയറണം എന്ന്. അപ്പോൾ അത് എന്തായാലും സാധിച്ചു കൊടുക്കണമായിരുന്നു. അവള് അത് അച്ചീവ് ചെയ്യണം ആ ഡ്രീം, അതായിരുന്നു അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതിനുള്ള എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അത് ചെയ്ത് കൊടുക്കാൻ പറ്റിയതൊക്കെ ചെയ്തിട്ടുണ്ടായി. ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ ഹെൽപ്പാണ്. പക്ഷെ അവൾക്കാണ് മേജർ ആ ഉള്ളിൽ നിന്നൊരു എനർജിയും നമുക്ക് കയറാനുള്ള ഒരു മോട്ടിവേഷൻ അത് അവൾ തന്നെ കണ്ടെത്തിയതാണ്. നമുക്ക് പിന്നെ വെറും അത് നിന്നിട്ട് അവളെ ചിയർ ചെയ്യാൻ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒറ്റ കാര്യം അത് മാത്രമാണ്. അപ്പൊ ചിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാം സപ്പോർട്ട് ഉണ്ട്. ഇനി ഫ്യൂച്ചറിൽ അവൾക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് പറഞ്ഞാൽ അതിന് സപ്പോർട്ട് തന്നെ ഉണ്ടാവുള്ളൂ എല്ലാത്തിനും. ഞാൻ ചെയ്തത് ഇവിടെ പോകുമ്പോ മുഴുവൻ ഞാൻ തന്നെ ആയിരുന്നു. വീട്ടിലത്തെ കാര്യങ്ങളും കുട്ടിയുടെ കാര്യമൊക്കെ നോക്കണ്ടേ. അപ്പൊ നല്ല സപ്പോർട്ട് കിട്ടുകൊണ്ടല്ലേ പോകാൻ പറ്റുള്ളൂ.